സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ചെയ്യുന്ന കാര്യമാണ് നാമം ചൊല്ലുക എന്നുള്ളതല്ലേ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം നമ്മൾ നാമങ്ങൾ ചൊല്ലും, കീർത്തനങ്ങൾ ചൊല്ലും. ചിലർ മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. ചിലർ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചൊല്ലാറുണ്ട്. അപ്പോൾ മന്ത്രങ്ങൾ ചൊല്ലുന്നതിനെ പറ്റി ചോദിച്ചിരുന്നു. മന്ത്രങ്ങൾ സാധാരണയായിട്ട് നമുക്ക് അറിയാമല്ലേ, പഞ്ചാക്ഷരി മന്ത്രം, ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ നമ്മൾ സാധാരണയായി ചൊല്ലാറുണ്ട്. അത് എത്ര തവണ വേണം? ചിലർ 3 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്, ചിലർ 21 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്, ചിലർ ജപമാല വെച്ചിട്ട് 54 തവണ, അതായത് 108 മുത്തുകളാണ് അല്ലെങ്കിൽ 108 തവണയാണ് ഒരു ജപമാലയിൽ നമ്മൾ സാധാരണയായിട്ട് ചൊല്ലുന്നത്. അത് 108 തവണ ചൊല്ലുന്നവരുണ്ട്. അതിൻ്റെ പകുതി 54 തവണയായിട്ട് ചൊല്ലുന്നവരും ഉണ്ട്. പിന്നെ നമ്മൾ ചൊല്ലുന്നത് 1008 തവണയാണ്. അങ്ങനെ ചൊല്ലുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ നാമങ്ങളാണ് ചൊല്ലാറുള്ളത്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് നാമങ്ങളാണ്. നാമങ്ങൾ, കീർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ്. മന്ത്രങ്ങൾ ചിലർ ചൊല്ലാറുണ്ട്. പക്ഷേ കൂടുതലും മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഗുരുവിൻ്റെ സാമീപ്യം, നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഒരു ഗുരുവിൻ്റെ സാമീപ്യം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ അച്ഛനും അമ്മയിൽ നിന്നാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുമ്പോഴോ ഒക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അച്ഛനും അമ്മയുമാണ് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് ഒരു അധ്യാപകൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നത് കാര്യങ്ങളെല്ലാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോടടുക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ സാമീപ്യം നമ്മൾ അറിയുമ്പോഴും ഒക്കെ നമുക്ക് അത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, അതിൻ്റെ നല്ല വശങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന വിഷമതകളും അതിൽ നിന്നുണ്ടാകുന്ന സങ്കടങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന നല്ലതും ഒക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു ഗുരുവിൻ്റെ സാമീപ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ചോദിക്കും, എല്ലാവരും ഓം നമഃ ശിവായ ചൊല്ലുന്നവരും ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ചൊല്ലുന്നവരാണെങ്കിലും എല്ലാവർക്കും ഗുരുവിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ ഗുരു പറഞ്ഞു കൊടുത്തിട്ടാണോ അത് ചൊല്ലുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു മന്ത്രം ചൊല്ലുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആ മന്ത്രത്തിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അല്ലേ. ആ ഒരു മന്ത്രത്തിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്നും ഒരു നല്ലത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. വെറുതെ അല്ലല്ലോ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് അതിൻ്റെ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത്. അപ്പോൾ ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കും അതിൻ്റെ വരായികകൾ അതിൻ്റെ ഓരോ സ്റ്റേജും നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഒരു ഗുരു നമ്മുടെ അടുത്തുണ്ടാവണം. ഒരു ഗുരുവിൻ്റെ സാമീപ്യം നമുക്കുണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എല്ലാ മന്ത്രങ്ങളും തന്നെ നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ബുക്ക്, നമ്മൾ ഹൈന്ദവാചാരങ്ങളുടെ എന്തെങ്കിലും ബുക്ക് വാങ്ങിച്ചെന്നാലും അതിൻ്റെ അകത്ത് കുറേ മന്ത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണെങ്കിലും കുറേ മന്ത്രങ്ങളൊക്കെ നമ്മൾ ചൊല്ലാറുണ്ടല്ലേ. പക്ഷേ ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത് അങ്ങനെ നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാവരുത് നമ്മൾ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫലപ്രാപ്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ച് വേണം, അല്ലെങ്കിൽ ഗുരു നമുക്ക് ഓതി തന്നിട്ട് വേണം
നമ്മൾ ആ മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട്. എങ്കിലേ നമുക്ക് ആ കറക്റ്റ് മന്ത്രങ്ങളുടെ ഫലപ്രാപ്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മൂലമന്ത്രങ്ങൾ, അതായത് ശിവഭഗവാന്റെയും നമ്മുടെ വിഷ്ണു ഭഗവാന്റെയും ശ്രീ മഹാലക്ഷ്മിയുടെയും ഒക്കെ മൂലമന്ത്രങ്ങൾ, ഏത് ദൈവങ്ങളുടെ ആയിക്കോട്ടെ, നമ്മൾ മൂലമന്ത്രങ്ങൾ ചൊല്ലുന്നത് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചിട്ട് വേണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുരുമുഖത്ത് നിന്ന് ഒരു ഗുരു നമുക്ക് ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾ എന്തായാലും നമ്മൾ മഹാലക്ഷ്മീനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് വരും. ആരെങ്കിലും ഒരാൾ ഇപ്പം ഞാൻ ഒരാളെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്തൊരു വിദ്യ അഭ്യസിക്കാനായിട്ട്, ഒരു കാര്യം പഠിക്കാനായിട്ട് ഞാൻ ചെല്ലുവാണ്. അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഫലപ്രാപ്തിയും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മളെ കുറേയേറെ പരീക്ഷിക്കും. നമ്മളെ കുറേയേറെ പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന്, അതായത് മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടോ, ഇതിൽ നമ്മൾ എന്ത് കഷ്ടപ്പാടുണ്ടായാലും എന്ത് സഹിച്ചാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ, ഇത് നമുക്ക് വേണ്ടിയിട്ടാണോ, അതിൻ്റെ മുഴുവൻ ഫലപ്രാപ്തിയും നമ്മൾക്ക് കിട്ടാൻ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണോ നമ്മൾ ഇതിനെ സമീപിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെയൊക്കെ ആകുമ്പോഴത്തേക്കും, മഹാലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര കുലീനയായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വരാത്ത ഒരാളാണ്. പക്ഷേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരാളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദേവീനെ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ തന്നെയും കുറേ നമ്മൾ ചിലപ്പം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ അത് ഫലപ്രാപ്തിയിൽ എത്തുമായിരിക്കും. ചിലപ്പോൾ ഒരു മാസം വേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം വേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ഒരു ജന്മം തന്നെ വേണ്ടി വരുമായിരിക്കും ശ്രീ മഹാലക്ഷ്മീനെ പ്രാർത്ഥിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മളത് കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. ആ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മളുടെ ഈ ജന്മം മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ നമുക്ക് അടുത്ത ജന്മത്തിലായിരിക്കും ദേവി നമ്മൾക്ക് അതിൻ്റെ മുഴുവൻ ഫലങ്ങളും തരുന്നത്. പക്ഷേ ആ ഒരു ജന്മം മുഴുവനും ദേവി നമുക്ക് തരുന്ന പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചിട്ട് നമ്മൾ മന്ത്രം, ഞാൻ പറയണത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ദേവിയെ പ്രാർത്ഥിക്കുമ്പോഴല്ല, മന്ത്രങ്ങൾ ചൊല്ലി ആ മന്ത്രം നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് മുഴുവൻ എനർജിയും, മുഴുവൻ പോസിറ്റീവ് എനർജിയും നമ്മളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ യുഗയുഗാന്തരങ്ങളും ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങളും വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ദേവി നമുക്ക് തരുന്ന ആ പരീക്ഷണങ്ങളും എല്ലാം ഏറ്റുവാങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്നതിന് നമ്മൾക്ക് എന്തായാലും നമുക്കൊരു ഗുരുവിൻ്റെ സാമീപ്യം ആവശ്യമാണ്. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് മന്ത്രങ്ങൾ ദീക്ഷയായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വെറുതെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അറിവ് കേട്ടോ, വെറുതെ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുവാണെങ്കിൽ നമ്മൾക്കതിൻ്റെ ഫലം കിട്ടില്ല. പക്ഷേ ഗുരുമുഖത്ത് നിന്ന് ഏത് മന്ത്രങ്ങളാണെങ്കിലും നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ദീക്ഷയായിട്ട് സ്വീകരിച്ച് ഗുരുവിൻ്റെ എന്താ പറയുക, അനുഭവ സമ്പത്തോടു കൂടി, ഗുരുവിൻ്റെ സാമീപ്യത്തോടു കൂടി വേണം നമ്മൾ ചൊല്ലാനെന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഗായത്രി മന്ത്രം ചോദിച്ചിരുന്നു. ഗായത്രി മന്ത്രം രാവിലെ എപ്പോഴും ചൊല്ലുന്നതാണ് കേട്ടോ നല്ലത്. അത് 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതിൽ കൂടുതൽ ചൊല്ലണ്ട. സാധാരണ നമ്മൾ ചൊല്ലണ്ട കേട്ടോ. ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചൊല്ലണ്ട. പിന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ സാധാരണ ഒത്തിരി മന്ത്രങ്ങൾ ഒക്കെ കാണുന്നത്, അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മൂലമന്ത്രങ്ങൾ ആ ദേവിയുടെ എനർജി കൊണ്ട് നിറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളാണ്. ആ ദേവിയുടെ എനർജി നിറച്ചിട്ടുള്ള ഓരോരോ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഈ മൂലമന്ത്രങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ചൊല്ലുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചിട്ട് വേണം നമ്മൾ അത് ചൊല്ലാനായിട്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത് താങ്ങാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ പോസിറ്റീവ് എനർജി താങ്ങാനായിട്ടുള്ള ശക്തി നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അടുത്തതായിട്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് പ്രത്യേകം ഒരു ഈണവും താളവും ഒക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ ചൊല്ലുന്നത് പോലെയാണോ ഒരു ക്ഷേത്രത്തിൽ ഉള്ള ഒരു പൂജാരി മന്ത്രങ്ങൾ ചൊല്ലുന്നത്? അല്ലേ? അല്ലെങ്കിൽ ഒരു യാഗങ്ങൾ നടക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പൂജകൾ നടക്കുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ അവരെല്ലാം ചൊല്ലുന്നത്
മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഒരു പ്രത്യേക രീതിയിലാണല്ലേ, നമ്മൾ ചൊല്ലുന്നത് പോലെയല്ല അവർ ചൊല്ലുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മന്ത്രങ്ങളാണെങ്കിലും അത് ചൊല്ലുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു താളമുണ്ട്, ഒരു ഈണമുണ്ട്. ആ ഒരു രീതിയിൽ ചൊല്ലിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ. അവിടെയാണ് നമുക്ക് ഒരു ഗുരു വേണം, അവിടെയാണ് ഒരു ഗുരുവിൻ്റെ സ്ഥാനം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ നാമം ചൊല്ലുന്നതിനും അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും നല്ലത്. എത്രയോ നാമങ്ങളുണ്ട്, നാമജപങ്ങളുണ്ട് നമുക്കല്ലേ. ആ നാമജപങ്ങളെല്ലാം ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സമാധാനം അല്ലെങ്കിൽ സന്തോഷം നമുക്ക് കൈവരും. മന്ത്രങ്ങൾ ചൊല്ലിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് സമാധാനം കൈവരൂ എന്നൊന്നുമില്ല. നമ്മൾക്ക് പ്രാർത്ഥനയിലൂടെയും നമുക്ക് നാമജപങ്ങളിലൂടെയും ഇല്ലെങ്കിൽ സഹസ്രനാമം ചൊല്ലാം കേട്ടോ, തെറ്റില്ലാതെ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് സഹസ്രനാമങ്ങൾ ഉണ്ടാവും. അത് ചൊല്ലാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ പുസ്തകം വാങ്ങിച്ചിട്ട് നമ്മുടെ ഫോണിൽ അതിടുക, എന്നിട്ട് പുസ്തകത്തിൽ നോക്കി നമ്മൾ പഠിക്കുക. ഒരു കുറച്ച് നാൾ നമ്മൾ കേട്ട് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് തെറ്റില്ലാതെ ചൊല്ലാനായിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെ നമുക്ക് സഹസ്രനാമങ്ങൾ ചൊല്ലാം. നമുക്ക് കീർത്തനങ്ങൾ അറിയാമെങ്കിൽ കീർത്തനങ്ങൾ ചൊല്ലാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫാമിലിയായിട്ട് നമ്മുടെ കുടുംബം നമ്മുടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ മന്ത്രങ്ങൾ മാത്രം ചൊല്ലിയാലേ നമുക്ക് ഫലപ്രാപ്തി വരുമോ എന്നൊന്നുമില്ല. നാമജപങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. നാമജപങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാമങ്ങൾ ജപിക്കുമ്പോഴും നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം നമ്മൾ അത് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സമയം എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിൽ അല്ലേ, നമ്മുടെ ഈ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കിപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തിലായാലും സമയം എന്നുള്ളതിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് 10 മണിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറയുവാണെങ്കിൽ നമ്മൾ 10:30 പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മളത് റിജക്റ്റ് ആവും അല്ലേ. അല്ലാണ്ട് 9 മണിക്ക് അവിടെ പോയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ 10 മണിയാകാതെ നമ്മൾ വിളിക്കത്തുമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒരു പ്രത്യേക ഒരു കൃത്യസമയം നമ്മൾ പാലിക്കാനായിട്ട് നോക്കുക. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ, ഒരു കൃത്യസമയം പാലിക്കുന്നതിന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നാമങ്ങൾ ചൊല്ലുക, കീർത്തനങ്ങൾ ചൊല്ലുക. ഇനി സഹസ്രനാമങ്ങൾ ചൊല്ലണമെങ്കിൽ സഹസ്രനാമങ്ങൾ ചൊല്ലുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവിയോട് അല്ലെങ്കിൽ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് മാത്രം മതിയാവും നമ്മുടെ നിത്യജീവിതത്തിൽ മന്ത്രങ്ങളെക്കാൾ ഉപരി കേട്ടോ. ഇനി മന്ത്രങ്ങൾ ചൊല്ലിയേ തീരൂ എന്നുള്ളതാണെങ്കിൽ നമ്മളിതുപോലെ തന്നെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും ഒരു ദീക്ഷ എടുക്കാനായിട്ട് സാഹചര്യമുണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഈ വിഷയത്തെ ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ അനുഭവങ്ങളും അറിവുമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയാം. എന്തായാലും നിങ്ങൾ ചോദിച്ചതിന് ഞാൻ വളരെ സിൻസിയറായിട്ടുള്ളൊരു മറുപടിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അറിവിലുള്ള എൻ്റെ അനുഭവത്തിലുള്ള ഒരു സിൻസിയറായിട്ടുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.